സതീശൻ കുറച്ചുകൂടി പഠിക്കുന്നതല്ല തെളിവാരാക്കി അഴിമതി ആരോണം ഇങ്ങനെ അങ്ങ് ആക്ഷേപം പറഞ്ഞിട്ട് പോകാൻ ഈ നാട്ടിൽ ആരെങ്കിലും ഈ റേറ്റിംഗ് ഏജൻസിയുടെ ഈ റിപ്പോർട്ട് വായിച്ച് 1000 രൂപയുടെ ഷെയർ ഈ കമ്പനിയിൽ എടുക്കുമോ? റിസർവ് ബാങ്ക് അംഗീകാരമുള്ള ഷെഡ്യൂൾ ബാങ്കുകളിലോ അതുപോലുള്ള NBFCകളിലോ നിക്ഷേപിക്കാൻ പാടുള്ളൂ. അവയ്ക്ക് AA റേറ്റിംഗ് വേണം. ഇത് പൂർണ്ണമായിട്ട് പാലിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ക്രെഡിറ്റ് ഏജൻസികൾ AA മതി, AA+ റേറ്റിംഗ് ആണ് റിലയൻസ് കമേഴ്ഷ്യൽ നൽകിയത്. കെയർ എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസിയാണ് ഇവർക്ക് AA+ റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത്. അവർ AA+ റേറ്റിംഗ് കൊടുത്തതിന്റെ ബ്രാക്കറ്റിൽ ഒരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട്. അത് ഈ സാമ്പത്തിക വിദഗ്ധം കണ്ടില്ലേ? ക്രെഡിറ്റ് വാച്ച് വിത്ത് ഡെവലപ്പിംഗ് ഇംപ്ലിക്കേഷൻസ്. അതായത് ഈ റേറ്റിംഗ് ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ കൂടി പരിശോധിച്ച് സൂക്ഷ്മമായി നിരീക്ഷിക്കണമെന്നാണ്. റേറ്റിംഗ് ആൾസോ ടേക്സ് ഇൻ ടു കൺസിഡറേഷൻ പാരന്റേജ് ഓഫ് RCL. മാതൃ കമ്പനി ഉണ്ട് ഇവര്, ഈ RCFLന്റെ റിലയൻസ് ക്യാപിറ്റൽ ലിമിറ്റഡ് ആണ്. ആ മാതൃ കമ്പനി ഇതുപോലെ അപകടത്തിൽ നിൽക്കുന്ന കമ്പനിയാണ്. ആ കമ്പനിയായിട്ട് ബന്ധമുള്ള റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് രൂക്ഷമായ സാമ്പത്തിക ബാധ്യതയിൽ നിൽക്കുന്നു. റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് ബാങ്കുകൾക്ക് കൊടുക്കാനുള്ള കടം 50,000 കോടി രൂപ കൊടുക്കാനുണ്ട്. ഡിബഞ്ചറുകളോ അല്ലെങ്കിൽ ഷെയറുകളോ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതെങ്ങനെ ചെയ്യണം? ബോർഡ് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. KFCയുടെ ബോർഡ് തീരുമാനം എടുക്കണം. ഇൻവെസ്റ്റ്മെന്റ് തീരുമാനിക്കാതെ എവിടെയെങ്കിലും നിക്ഷേപം നടത്താൻ പറ്റും. അതിന് ഇൻവെസ്റ്റ്മെന്റ് കമ്മിറ്റി ഉണ്ട്. ആ ഇൻവെസ്റ്റ്മെന്റ് കമ്മിറ്റിയുടെ ചെയർമാൻ കൗശിക് സാറായിരുന്നു. നിക്ഷേപം നടത്തിയ ഡേറ്റ് 26/4/2018. ബോർഡ് കൂടിയത് 18/6/2018. അതായത് ഈ നിക്ഷേപം നടത്തി 2 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ബോർഡ് കൂടിയത്. മിസ്റ്റർ തോമസ് ഐസക്, ഞാൻ അങ്ങയോട് വിനയാന്വിതരായി ചോദിക്കുന്നു, അങ്ങയെ പോലുള്ളൊരു സാമ്പത്തിക വിദഗ്ധന്റെ കയ്യിൽ ഈ കെയർ എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അങ്ങ് വായിച്ചില്ലേ, അങ്ങ് കണ്ടില്ലേ? എന്നിട്ട് ഇപ്പൊ നമ്മളോട് ഒന്ന് പറയാണ് AA+ ഉണ്ട്. നിങ്ങൾക്കാണ് AA ഉണ്ട്. ഈ 2 ഇപ്പോഴത്തെ ധനകാര്യമന്ത്രിക്കും മുൻ ധനകാര്യമന്ത്രിക്കും ഇത്തരം കാപട്യം കാണിച്ചത് നമ്മുടെ നികുതി പണമാണ് ഈ കൊള്ളയടിക്കപ്പെട്ടത്.